കെ.സി. വേണുഗോപാലിന് ഹൈക്കമാൻഡിൽ ഇനി അധികകാലം ഇരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കെ.സിക്ക് നല്ല പോലെയുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കെ.സി. വേണുഗോപാൽ ഇങ്ങനെ അടിപിടി കൂടുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. അതായത് 9 വർഷമായി AICC ജനറൽ സെക്രട്ടറി സ്ഥാനം കെ.സി. വേണുഗോപാൽ ഭരിക്കുന്നുണ്ട്. 2017 കെ.സി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആകുന്നത്. 9 വർഷം എന്നത് ഒരു ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലയളവാണ്. സാധാരണ ഗാന്ധി കുടുംബം 7 വർഷത്തിലധികം ജനറൽ സെക്രട്ടറിമാരെ ആ പോസ്റ്റിലേക്ക് വാടിക്കാറില്ല. അധികകാലം ഈ പദവിയിൽ തനിക്ക് തുടരാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് വൈകിയാണെങ്കിലും കെ.സി. വേണുഗോപാലിന് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ VD സതീശൻ നിറഞ്ഞു നിന്നിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നതിന് പിന്നിൽ വേറെ ഒരു കാരണവുമില്ല. കോൺഗ്രസ് സംഘടന കെ.സി. വേണുഗോപാലിന്റെ കാലത്ത് ദുർബലമായി എന്ന വിമർശനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനുള്ളിൽ ശക്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുമ്പോഴും അവിടെയെല്ലാം വൻ തോൽവി ഇരു കൈയും നീട്ടി കോൺഗ്രസ് വാങ്ങിക്കുമ്പോഴും കെ.സി. വേണുഗോപാലിനെതിരായ നീക്കവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. 95 തെരഞ്ഞെടുപ്പുകളിലാണ് അടുപ്പിച്ചടുപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിയത്. മാത്രമല്ല, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ 7 കോടി രൂപ വാങ്ങിയെന്ന കൈക്കൂലി ആരോപണം കെ.സി. വേണുഗോപാലിനെതിരെ ശക്തമാണ്. ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന് മത്സരിക്കാൻ അവരുടെ ഭർത്താവ് തന്നെയാണ് പണം നൽകിയതായി ആരോപണമുണ്ട്. ഇതും വേണുഗോപാലിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ വേണുഗോപാൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിലെ കേരള നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 5 വർഷം ഇരിക്കാനുള്ള ഒരു അവസരം ഭാവിയിൽ ഇനി കിട്ടിയേക്കില്ല എന്നൊരു ചിന്തയും വേണുഗോപാലിന് ഇല്ലാതില്ല. സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലേക്ക് വേണുഗോപാലിനെ പറഞ്ഞയച്ച് കേന്ദ്രത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയോഗിക്കണമെന്ന നിലപാടും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമാണ്. വീണ് കിട്ടുന്ന അവസരം മുതലാക്കുക, അല്ലെങ്കിൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിലെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതാണ് വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള തിടുക്കത്തിന് പിന്നിൽ. കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേര കിട്ടാൻ നിരവധി ഘടകങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്ന്, കോൺഗ്രസിന്റെ 63 MLA-മാരിൽ വേണുഗോപാലിന് കൂടുതൽ പേരുടെ പിന്തുണയുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ശക്തമായി പിന്തുണയ്ക്കുന്ന VD സതീശന് എതിരായി ചിന്തിക്കുന്ന നല്ലൊരു പങ്ക് കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്നതാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന് മേൽ കൂടുതൽ മന്ത്രിമാരും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ട് ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സതീശനെതിരായാണ് കോൺഗ്രസ് നേതാക്കളുടെ വികാരം. മറ്റൊന്ന്, ഡൽഹിയിൽ പരിചയസമ്പന്നരായതിനാൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് കൂടുതൽ സമ്മർദ്ദമായി പ്രവർത്തിക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിവുണ്ട് എന്നതാണ് കെ.സി. വേണുഗോപാലിന്റെ പക്ഷം പറയുന്നത്.